2023 അവസാനിക്കുന്നു. പുതുവർഷത്തെ വരവേൽക്കാൻ എല്ലാവരും മലയാളികളും വളരെ സന്തോഷത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും കാത്തിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ 2023 കേരളം എങ്ങനെയായിരുന്നു? എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചത്? കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഏതൊക്കെ വിധത്തിലുള്ള പ്രതിധ്വനികളാണ് 2023 ഉണ്ടായത്? നമ്മളെ ഞെട്ടിച്ച സംഭവങ്ങൾ, നമ്മളെ വേദനിപ്പിച്ച സംഭവങ്ങൾ, വലിയ ക്രൂരതകൾ നമ്മളുടെ മുമ്പിലേക്ക് വന്ന ദിവസങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് 2024. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിലൂടെ കടന്നു പോകാൻ 2023 കേരളം കടന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ് ദ എയ്ഡം റിസാല സ്പെഷ്യൽ ഷോ. എനിക്കിപ്പോൾ ഉള്ളത് ദ എയ്ഡത്തിൻ്റെ ചീഫ് എഡിറ്റർ CL തോമസ് ആണ്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. നമ്മൾ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ തോമസ് ഏട്ടാ എന്ന് വിളിക്കാം, അങ്ങനെ വിളിച്ചാണല്ലോ ശീലം. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങേണ്ടത് കേരളം ഈ സാമ്പത്തിക വർഷം, കഴിഞ്ഞ വർഷം അനുഭവിച്ച വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഒരു പക്ഷേ വരും വർഷങ്ങളിലും ഇതിൻ്റെ തുടർച്ച നമ്മൾ അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തെ ഒരു ടോട്ടാലിറ്റിയിലെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. അതങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ദൈനംദിന ചെലവുകൾ നടത്താൻ പോലും സർക്കാർ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഈ വർഷം പോയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇതെന്തുകൊണ്ടെന്നുള്ള ചർച്ച പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരുന്നതിന് 15ാം ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശിച്ച ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. എന്തായാലും കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കഴിഞ്ഞ വർഷം 36,000 കോടി രൂപയുടെ സ്ഥാനത്ത് നിന്നും 32,422 നിന്നും ഈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും അത് 15,390 കോടിയായിട്ട് നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമെന്നാണ് കേരള സർക്കാർ പറയുന്നത്. അതൊരു പരിധിവരെ വസ്തുതയുമാണ്. പക്ഷേ എനിക്ക് രാജീവിനോട് ചോദിക്കാനുള്ളൊരു സംശയം, അങ്ങനെ ഒരു നിയന്ത്രണം ഫിനാൻസ് കമ്മീഷനെ ഏർപ്പെടുത്തുന്നത് ഭരണഘടനാപരമായി ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതിലിപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മുടെ കേരള സർക്കാർ പോയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ഫിസ്ക്കൽ ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ്, അത് ഭരണഘടനയുടെ 293 ആർട്ടിക്കിൾ നമുക്ക് ഉറപ്പു തരുന്ന ഫിസ്ക്കൽ ഓട്ടോണമി ഓഫ് സ്റ്റേറ്റിൻ്റെ മേളിലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ദൈനംദിന ചെലവുകൾ നടന്നു പോകാൻ കേരളം പോലൊരു സംസ്ഥാനത്തിന് വരുമാനം അധികം, നമ്മുടെ ടാക്സ് പിരിവ്, അതിൽ തന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന വിഹിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവിനെ സംബന്ധിച്ചും കേരളവും കേന്ദ്രവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനത്തെ പൊടുന്നനവേ ഇത്തരം വെട്ടിക്കുറയ്ക്കലിന് വിധേയമാക്കിയാൽ അതിൻ്റെ ദൈനംദിന നടത്തിപ്പും ആ സംസ്ഥാനത്തിൻ്റെ നടത്തിപ്പും ആ നാട്ടിലെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തമുള്ളവരാണ് അവിടുത്തെ സർക്കാർ. ആ സർക്കാരിൻ്റെ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ജനക്ഷേമം എന്നുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം തന്നെ അട്ടിമറിക്കുന്നതല്ലേ എന്നുള്ള ചോദ്യവും സംശയവും ഇവിടെ ഉണ്ട്. ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ ഈ ധനക്കമ്മിയുടെ മാനദണ്ഡം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ശരിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് എല്ലാ സംസ്ഥാനങ്ങളും പാസ്സാക്കിയിട്ടുണ്ട്. മൊത്തം ധനക്കമ്മി എന്ന് പറയുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% നിജപ്പെടുത്തണം എന്ന നിശ്ചയം നേരത്തെ തന്നെ ഉള്ളതാണ്. അതിന് ടൈം ഫ്രെയിം പലത് നിശ്ചയിച്ചതുമാണ്. കോവിഡ് കാലത്ത് അതൊന്ന് ഇളവ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ധനക്കമ്മി നിയന്ത്രിച്ച് നിർത്തണം എന്ന നിർദ്ദേശവും നിർബന്ധവും കേന്ദ്ര സർക്കാർ പുലർത്തുന്നു. അതൊരു ഫാക്റ്റാണ്. ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് അത് നിയന്ത്രിച്ചേ മതിയാകൂ. ആ ഭാഗത്ത് കേന്ദ്ര സർക്കാർ പറയുന്നത് ന്യായമാണ് എന്ന് നിയമപരമായി നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്ത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഈ ധന ഉത്തരവാദിത്ത നിയമപ്രകാരമുള്ള ധനക്കമ്മി നിജപ്പെടുത്തൽ മാത്രമല്ല, കേരളം ബജറ്റിന് പുറത്ത് കടമെടുത്തു എന്ന് പറയുന്ന, ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി രൂപീകരിക്കുകയും ആ കമ്പനി കടമെടുക്കുകയും സർക്കാർ ഗ്യാരണ്ടിയിൽ ആ കമ്പനി കടമെടുക്കുകയും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് സർക്കാരിൻ്റെ കടമായിട്ട് കണക്കാക്കി. കിഫ്ബി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിച്ച കിഫ്ബി
വികസന പദ്ധതികൾക്ക് വേണ്ടി ബജറ്റിന് പുറത്ത് കടമെടുത്തത് ബജറ്റിൻ്റെ ഭാഗമുള്ള കടമാക്കി കണക്കാക്കി. അങ്ങനെ ഈ കടങ്ങളെല്ലാം ബജറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനപ്പുറം അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം കടപരിധി നിശ്ചയിക്കാൻ എന്നുള്ള നിർദ്ദേശവും നിബന്ധനയുമാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊരു കോൺട്രഡിക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇതേപോലെ ബജറ്റിന് പുറത്ത് കടമെടുക്കുന്നുണ്ട്, ധാരാളം കടമെടുക്കുന്നുണ്ട്. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ബജറ്റിന് പുറത്താണ് കടമെടുക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇതൊക്കെ സാധിക്കും, കേരളത്തിന് ഇത് സാധിക്കില്ല, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഇത് സാധിക്കില്ല എന്ന നിർബന്ധ ബുദ്ധി കേന്ദ്ര സർക്കാർ കാണിക്കുന്നുണ്ട്. അതുവഴി ഇതൊരു ഒരു ശരിയായ പ്രശ്നമാണ്. കേരള സർക്കാരിൻ്റെ വാദങ്ങളെ സാധൂകരിക്കുന്നൊരു കാര്യങ്ങളാണ് രാജീവ് പറയുന്നത്. ഉദാഹരണത്തിന് ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്യുന്ന കടം കൊടുക്കാൻ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഒരു മടിവുണ്ടാവില്ല. കാരണം ഗവൺമെൻറ്റാണ്. പിന്നെ ഗവൺമെൻറ് ഇല്ലാതായാൽ കടം എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഇല്ലാതായാൽ പിന്നെ ബാങ്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഗവൺമെൻറ് ഇല്ലാതായാൽ കടം എവിടെ എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. വാസ്തവത്തിൽ വളരെ സർഗാത്മകമായി നമ്മുടെ ഈ ധനക്കമ്മിയെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ് ഈ കിഫ്ബിയും അതിന് പുറത്ത് ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കുക എന്നുള്ള കാര്യവും. ബാങ്കുകൾ അത് കൊടുക്കാൻ സന്നദ്ധവുമാണ്. സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന സർക്കാരിന് ഗ്യാരണ്ടി മറ്റേ കടം കൊടുക്കുന്നതിന് ബാങ്കുകൾ സന്നദ്ധവുമാണ്. അതിനെക്കൂടെ ബജറ്റായി ചേർത്തു എന്ന് പറയുമ്പം ആണ് ഈ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ കളി എന്നുള്ള ആരോപണത്തിന് സാധുത കിട്ടുന്നത് അവിടെയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇതിപ്പം ഇന്നും നാളെയും ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കേരളം തുടർന്ന് അനുഭവിക്കുക തന്നെ ചെയ്യും. അവിടെയാണ് ഇതിനകത്തെ രാഷ്ട്രീയം കടന്നു വരുന്നത്. നമ്മുടെ രാഷ്ട്രീയ പ്രതിസന്ധി പോലും വാസ്തവത്തിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് കാണേണ്ടി വരുന്നത് ഇവിടെയാണ്. രാജീവ് നേരത്തെ സൂചിപ്പിച്ച പോലെ ധനക്കമ്മി ചുരുക്കി നിർത്തണം എന്നുള്ള വാദവും അത് കേന്ദ്ര സർക്കാർ പറയുന്നത് ശരിയായിരിക്കും തന്നെ. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റ് മേഖലകളിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ കേരളം ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുമ്പേ പോയി. അപ്പോൾ കേരളം അതിൻ്റെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ മേഖലയിലുള്ള കേന്ദ്ര വിഹിതം കേരളത്തിൽ കുറയ്ക്കുക, സംസ്ഥാനങ്ങൾക്ക് കുറയ്ക്കുക എന്ന് പറയുന്നതും ഈ തരത്തിലുള്ളൊരു ക്രൈസിസിൻ്റെ കാരണമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റുക ഇതിനിപ്പോൾ ഒരു പരിഹാരം ഇപ്പോൾ ഇതിലൊന്ന് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പോയിട്ടുണ്ട്. സുപ്രീം കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള അത് എന്ത് പറയും എന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സുപ്രീം കോടതി പറയുന്നത് വളരെ ദൂരവ്യാപകമായ ഇക്കാര്യത്തിൽ ഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതുമായിരിക്കും. അതെന്ത് പറഞ്ഞാലും കേരളത്തിൻ്റെ വാദങ്ങളാണ് ശരിയെന്ന് പറഞ്ഞാലും അതല്ല കേന്ദ്രം പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ രണ്ടായാലും അത് ഈ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് ആയിരിക്കും അതെത്തുക. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ കാത്തിരിക്കാൻ സുപ്രീം കോടതിയുടെ വിധി മാത്രമേ തൽക്കാലം നമ്മൾ വരട്ടെ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതെന്ന് വരുമെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അതാണ് നമ്മുടെ മുമ്പിൽ തെളിയുന്ന ഒരു സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോൾ ഈ 2003 അവസാനിക്കുമ്പോൾ ഈ ധനകാര്യ പ്രതിസന്ധി കേരളത്തിലെ വലിയ 2023 അവസാനിക്കുമ്പോൾ ഈ ധനകാര്യ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2023 അവസാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അത് ചെറുതല്ലാത്ത തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോയിക്കൂടാ. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ വാങ്ങാൻ പണം നൽകാൻ കഴിയുന്നില്ല, അവരുടെ ഷോറൂമുകളിൽ ആവശ്യത്തിന് സാധനങ്ങളില്ല, KSRTC ജീവനക്കാരുടെ ശമ്പളം ഏതാണ്ട് മാസാവസാനം മാത്രമാണ് കൊടുക്കാൻ കഴിയുന്നത്, പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു, കാരുണ്യ പദ്ധതി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രയാസം നേരിടുന്നു, അതിന് പണം അനുവദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പല നിലയ്ക്കുള്ള പ്രയാസങ്ങൾ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ പ്രയാസങ്ങൾ ഈ കഴിഞ്ഞ വർഷം കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട് എന്ന വസ്തുത അവിടെ ഉണ്ട്. ഇത് ഫിനാൻസ് കമ്മീഷൻ്റെ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിനകത്തൊരു തമാശ പോലെ എനിക്ക് തോന്നി. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശമ്പള നിരക്കുള്ളതെന്നാണ്, ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക്. അപ്പം കേരളം കൈവരിച്ച സാമൂഹ്യമായ നേട്ടത്തിൻ്റെ പ്രതിഫലനമാണ് ശമ്പളം വർദ്ധിക്കുന്നത്. അപ്പം അതെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ശമ്പളം ഒരിക്കലും അല്ല, അത് കേരളത്തിലെ ചില സാമ്പത്തിക വിദഗ്ധരും ശമ്പളത്തിൻ്റെ കാര്യത്തിലും ഇനി ഒരിക്കലും ശമ്പള കമ്മീഷൻ വെക്കരുതെന്നും കൂട്ടരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക വിദഗ്ധരില്ലാത്ത എനിക്ക് അതിലേതാണ്. പക്ഷേ
ഒരു സാമാന്യ മനുഷ്യൻ്റെ യുക്തിബോധത്തിൽ നിന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ സാമൂഹികമായ വികാസത്തിൻ്റെ ഇൻഡെക്സുകളിൽ അതിൻ്റെ ഉയർന്ന ഇൻഡെക്സുകളിലേക്ക് എത്താൻ കേരളത്തെ സഹായിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ശമ്പളം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത് സർക്കാർ തലത്തിൽ മാത്രമല്ല കർഷക തൊഴിലാളികളുടെ ശമ്പളവും അതൊക്കെ നോക്കുമ്പോൾ കേരളത്തിൽ അത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരും. അപ്പം സാമൂഹികമായി കേരളം നേടിയിരിക്കുന്ന ഒരു പദവി നിങ്ങൾക്ക് പാരയാവുന്നു എന്ന് വരുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ എത്രത്തോളം അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റ് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും ഫെഡറൽ സംവിധാനത്തിൻ്റെ ആരോഗ്യത്തിന് എത്രമാത്രം സഹായകരമാണെന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു ശുഭപ്രതീക്ഷയും ഇക്കാര്യത്തിൽ കാണാനില്ല. കാരണം ടാക്സ് മാക്സിമം പിരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്രത്തോളം, കാരണം ഏതാണ്ട് നല്ല നിലയിൽ നികുതി പിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തുകയൊന്നും അതുകൊണ്ട് കിട്ടാനോ ഈ പ്രതിസന്ധിയും മറികടക്കാൻ അതിലൂടെ സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ 2024 മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വർഷമാവില്ല എന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് കേരളത്തെ ഞെരുക്കുന്നത്, അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തെ ഞെരുക്കിക്കൊണ്ട് എങ്ങനെയാണ് സാമ്പത്തികമായി കേരളത്തെ കേന്ദ്ര സർക്കാർ പിടികൂടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിൻ്റെ മറ്റൊരു വേർഷൻ നമ്മൾ ഈ 2023 അത് നേരത്തെ തുടങ്ങിയതാണ്, അതിൻ്റെ തുടർച്ച 2023 നമ്മൾ കണ്ടു. ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ കേരള സർക്കാരിൻ്റെ തലവനായ ഗവർണർ സംസ്ഥാന സർക്കാരുമായിട്ട് വലിയ തോതിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മളുണ്ട്. അത് കഴിഞ്ഞ ഈ വർഷാരംഭത്തിൽ തന്നെ അദ്ദേഹം അത് തുടങ്ങിയിരുന്നു. വർഷാരംഭത്തിൽ അദ്ദേഹം തുടങ്ങിയത് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് വലിയ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണമായിട്ടാണ്. അതിൽ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് വസ്തുതയായിരിക്കും തന്നെ ഗവർണർ പറയുന്ന വിധത്തിലുള്ള വലിയ പെൻഷനല്ല, 2 വർഷം സേവനമനുഷ്ഠിച്ച ഒരാൾക്ക് കിട്ടാവുന്ന പെൻഷൻ തുക ഏതാണ്ട് 3000 ചില്ലറ രൂപ മാത്രമാണ് എന്ന് സർക്കാർ പിന്നീട് വിശദീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഗവർണർ സർക്കാർ പോര് ഈ വർഷം അവസാനിക്കുമ്പോഴും തുടരുന്നുണ്ട്. ഒരുപക്ഷെ മന്ത്രിസഭാ പുനഃസംഘടന എത്തി നിൽക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള ടേംസ് മെച്ചപ്പെടുമോ എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ആ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയും ഗവർണറും കാണുമ്പോൾ ഈ പോരിനൊരു അയവുണ്ടാകുമോ എന്ന ഒരു ആശ്ചര്യം പലയിടത്തും പ്രകടിപ്പിക്കപ്പെടുന്നുമുണ്ട്. ആ ശുഭപ്രതീക്ഷ എനിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗവർണർ എന്നുള്ള വ്യക്തിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ളൊരു പോരല്ലല്ലോ. ഇത് ഗവർണർ രാഷ്ട്രീയം കളിക്കുക, നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുക. അത് കേരളത്തിൽ മാത്രമല്ല, BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ ഗവർണർമാരും ഏതാണ്ട് ഈ കളി നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്, മറ്റേ തെലുങ്കാനയിൽ നടക്കുന്നുണ്ട്, ആന്ധ്രാപ്രദേശിലും നടന്നു. ആന്ധ്രാപ്രദേശ് വേണ്ടപ്പോൾ BJPയുടെ കൂടെ നിൽക്കുന്ന സർക്കാരായിട്ട് പോലും. അപ്പം ഇത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നടക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ കാണുന്ന ഒരു കാഴ്ച കൊണ്ട് ഇത് അവസാനിക്കില്ല. നമുക്കറിയാം, ഇത് ഗവർണർമാർ വാസ്തവത്തിൽ ഭരണഘടനയെ തടവിലാക്കുകയാണ് ചെയ്തത്. അത് കേരളത്തിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു നല്ല കലാപരിപാടിയായിരുന്നു. ഗവർണർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഗവർണർ വായി തോന്നുന്നു, അതായത് എൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ആണല്ലോ, എൻ്റെ ഗവൺമെൻറ് ഗവർണറുടെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ ഗവർണർ പറഞ്ഞു, എനിക്കിഷ്ടമില്ലാത്ത മന്ത്രിമാരെ ഞാൻ പിരിച്ചുവിടുന്നു. അത് ഒരു തരത്തിലും പ്ലഷർ എന്നുള്ളൊരു സംഭവം, ഗവർണറുടെ പ്ലഷർ എന്നുള്ളത് അത് വ്യക്തിപരമായി തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ഭരണഘടന വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമുക്കറിയാം, ഈ ഏറ്റവും അവസാനം കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു സെക്യൂരിറ്റിയും വേണ്ട എന്നുള്ള തരത്തിൽ, അത് 2 തരത്തിലാണ്. ഒന്ന്, അത് അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ആ സ്ഥലത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പോലീസുകാർ കേരള പോലീസിനെ അറിയിക്കാതെ പോകുന്നു, സെക്യൂരിറ്റി വേണ്ട, നിങ്ങളുടെ സെക്യൂരിറ്റി വേണ്ടാന്ന് പോകുന്നു. അപ്പം തീർത്തും ബാലിശമായ രാഷ്ട്രീയ കളിയാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഈ തരത്തിലുള്ള വാക്പോരുകൾക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. അവർ നിയമസഭ പാസാക്കുന്ന ബില്ല് പിടിച്ചു വെക്കുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ അവിടുത്തെ തമിഴകം എന്നുള്ള പേരിനെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നു.
ആ തരത്തിൽ പക്ഷെ ഒരു പബ്ലിക്കായിട്ട് ഇറങ്ങി നടന്നിട്ടുള്ള ഒരു ഈ കേരള ഗവർണർ ചെയ്യുന്ന മാതിരി അത്ര ബാലിശ്യമായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ചെയ്തില്ല. അവരവരുടെ രാഷ്ട്രീയം മാത്രമാണ് കളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുമ്പം ഏറ്റവും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയായിരുന്നു ഈ ഗവർണറുടെ ഈ മാധ്യമങ്ങൾ എവിടെ മാറ്റി വെച്ചാലും അവിടെ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവുക. ഇത്രയും ഭംഗിയായി എന്താണ് എനിക്ക് തോന്നുന്നില്ല പ്രതിപക്ഷ നേതാവിന് ഇത്രയും ഭംഗിയായിട്ട് ഗവൺമെന്റിന് എതിരെ ഒരു 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 നിലവാരം വളരെ താഴ്ന്ന ഒരു നിലവാരത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പോലും വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതിന് മുഖ്യമന്ത്രി ആസൂത്രണം കൊല്ലാൻ വേണ്ടി ആളെ വിട്ടിരിക്കുന്നു എന്ന് പറയുക, ഒരു 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 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ ഗുണ്ട എന്ന് വിളിക്കുക, ഇർഫാൻ ഹബീബിനെ പോലെ ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന ആദരിക്കുന്ന മഹാനായ ഒരു ചരിത്രകാരൻ അങ്ങനെ കൊല്ലാൻ വന്നു എന്ന് പറയുക. അപ്പൊ ഇത് യുക്തിയുടെ എല്ലാ തലങ്ങളെയും അതിലംഘിക്കുന്ന രീതിയിലുള്ള ഒരു ഗവർണർ കളിയാണ് കഴിഞ്ഞ വർഷം കേരളം സാക്ഷ്യം വഹിച്ചത്. ഇത് പറയുമ്പോൾ തോമസ് ചേട്ടാ, ഈ അവസാന ഘട്ടം എത്തുമ്പോഴത്തേക്കും യഥാർത്ഥ നിറം എന്താണ് എന്ന്, അല്ലെങ്കിൽ യഥാർത്ഥ അജണ്ട എന്താണ് എന്ന് ഗവർണർ കാണിച്ചിരുന്ന കാഴ്ച കൊണ്ട് നമ്മൾ കണ്ടു. കാലിക്കറ്റും കേരള സെനറ്റുകളിലേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായി ബി ജെ പി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി അനുകൂലികളായിട്ടുള്ള ആളുകളെ നിർദ്ദേശം ചെയ്തുകൊണ്ട് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് എന്ന് അദ്ദേഹം പൊതുജനങ്ങളോട് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ വി സിമാരുടെ സെലക്ഷനിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാലകളുടെ പ്രതിനിധികളെ ഉടൻ അറിയിക്കണം, നിശ്ചയിച്ചറിയിക്കണം എന്ന് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരുപക്ഷെ 2024 ഇതേ പോര് കുറെ കൂടെ പ്രകടമായ രാഷ്ട്രീയത്തോടുകൂടി തുടരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആ സാധ്യതയാണുള്ളത്. അദ്ദേഹം മറ്റേ കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് നോമിനേറ്റ് ചെയ്തവരുടെ നോമിനേഷൻ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അപ്പം ഇതൊന്നും നിയമപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള കളിയാണ്. ആ കളി ആയതുകൊണ്ട് തന്നെ 2024 എന്തായാലും അടുത്ത പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും ഇത് തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഗവർണറിൽ നിന്ന് കേരള രാഷ്ട്രീയത്തെ ഇത് രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ പ്രതിഫലിക്കുന്നുണ്ടല്ലോ. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ പോര് എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. ഗവർണറുടെ രാഷ്ട്രീയത്തെ ചെറുക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങളാണ് എന്ന് നമ്മൾ അതിനെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം കേരള രാഷ്ട്രീയം വലിയൊരു നഷ്ടത്തിന് സാക്ഷിയായിരുന്നു. മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ 80ാമത്തെ വയസ്സിൽ അന്തരിച്ചു. 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടിയുടെ നിര്യാണം. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വളരെ വികാരസാന്ദ്രമായൊരു യാത്രയപ്പാണ് കേരളം ഉമ്മൻചാണ്ടിക്ക് നൽകിയത്. അതിനുശേഷം പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. അത് അത്ഭുതമൊന്നും സൃഷ്ടിച്ചില്ല, കാരണം അത് പ്രതീക്ഷിച്ചതായിരുന്നു ആ വിജയം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വിയോഗം അത് ഈ 2023 സമ്മാനിക്കുന്ന വലിയ നഷ്ടങ്ങളിൽ ഒന്നായി തന്നെ കാണണം. ഒരുപക്ഷെ വരും നാളുകളിലും ആ നഷ്ടം കേരളത്തിന് വലിയ നഷ്ടമായി തന്നെ ഉണ്ടാകും എന്ന് കരുതണം. തീർച്ചയായിട്ടും ഇ.കെ. നായനാരുടെ മരണത്തിന് ശേഷം മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാർ മരിച്ചപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും വലിയ വഴിയോരങ്ങളിലെല്ലാം ഏതാണ്ട് പാതിര കഴിഞ്ഞും വെളുപ്പിനും ഒക്കെ എല്ലാവരും ജനങ്ങൾ വീടുകൾ വിട്ടിറങ്ങി ഈ അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ കേരളം കണ്ട ഇത്രയും ജനങ്ങൾക്കുള്ളിൽ തട്ടിയത് ഒരു മരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണമാണ്. മാത്രമല്ല അതിന് കാരണവുമുണ്ട്. കാരണം ഇപ്പോൾ കെ കരുണാകരൻ വളരെ ജനകീയനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. എ.കെ. ആന്റണി ഇപ്പോഴുണ്ട്. പക്ഷെ അവരുടെക്കാളൊക്കെ ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയ മുഖം. അതിനുള്ള ജനങ്ങളുടെ സ്നേഹപ്രകടനമാണ് ഉമ്മൻചാണ്ടിയുടെ ആ വിലാപയാത്രയിൽ നമ്മൾ കണ്ടത്. അത് അദ്ദേഹം അർഹിക്കുന്നതുമായിരുന്നു. ഇതിവിടെ ഉള്ളൊരു പ്രശ്നം, ഉമ്മൻചാണ്ടി പോകുമ്പോൾ കേരളത്തിന് സംഭവിക്കുന്നൊരു കാര്യം കേരളത്തിന് മാത്രമല്ല. കാരണം ഇപ്പോൾ കോൺഗ്രസ് എന്താ പറയുക, കോൺഗ്രസ് വേണമെന്ന് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ നേരിടാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുന്നണി ഉണ്ടാവേണ്ട ഒരവസ്ഥ. ഈ അവസ്ഥയിൽ അഖിലേന്ത്യാ തലത്തിൽ ഉള്ള അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി അത്രയൊന്നും കാര്യമായ റോള് ഒരിക്കലും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കേരളത്തിൽ കോൺഗ്രസിലെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിർത്താനും
അതിൻ്റെ പിന്നിൽ ജനങ്ങളെ അണിനിരത്താനും സാധിച്ചിരുന്ന ഏറ്റവും വലിയ നേതാവാണ് ഉമ്മൻചാണ്ടി. നമ്മൾ വിശാലമായ രാഷ്ട്രീയ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉമ്മൻചാണ്ടിയുടെ നഷ്ടം കോൺഗ്രസിന് നഷ്ടം മാത്രമല്ല, കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ മേഖലയുടെ നഷ്ടം തന്നെയാണ്. എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി കോൺഗ്രസിൽ വലിയൊരു നേതൃശൂന്യത ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ പാർട്ടി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒന്നിനെയും എവിടെയും എത്തിക്കാനോ എന്ന് മാത്രമല്ല, അത് പലപ്പോഴും നനഞ്ഞ പടക്കങ്ങളായി കലാശിക്കാനോ ഒക്കെ കാരണമാകുന്നത് ഇതിന് കൃത്യമായ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങൾ കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരനോ വി ഡി സതീശൻ വളരെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന ഒരു നേതാവാണെങ്കിലും പ്രായോഗിക രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അദ്ദേഹം പലയിടത്തും പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. അപ്പം ഇത്തരത്തിൽ ജനകീയ മുഖമുള്ള ഒരു നേതാവിനെ ഇന്ന് കോൺഗ്രസ് വല്ലാണ്ട് ആവശ്യപ്പെടുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു സ്ഥാനത്തെക്കുറിച്ച്, ജനങ്ങളിലുള്ള സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ജനസമ്പർക്ക പരിപാടിയെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജനസമ്പർക്ക പരിപാടിയുടെ മറ്റൊരു രൂപം നവകേരള സദസ്സ് എന്നുള്ള പേരിൽ കേരളത്തിൽ അവസാനിച്ചിട്ടേ ഉള്ളൂ. നവംബർ 18-ന് കാസർഗോഡ് നിന്ന് തുടങ്ങി ഡിസംബർ 23-ന് തിരുവനന്തപുരത്ത് സമാപിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാവരും പങ്കെടുത്ത എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയ എറണാകുളത്തെ 3-4 മണ്ഡലങ്ങളിൽ കാനൻ രാജേന്ദ്രൻ്റെ വിയോഗം കാരണം മാറ്റിവെച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയ അത് അടുത്ത വർഷം ആദ്യം ആ മണ്ഡലങ്ങളിലെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നവകേരള സദസ്സ് സർക്കാർ അവകാശപ്പെട്ടത് അത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ, അത് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതും, സംസ്ഥാന സർക്കാർ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നിറവേറ്റിയത് എന്ന് ജനങ്ങളോട് പറയാനും, പുതുതായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളിൽ നിന്ന് അറിയാനും ഒക്കെയാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് എന്നാണ് സർക്കാർ വിശദീകരിച്ചത്. ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഇവൻറ്റുകളിൽ ഒരുപക്ഷെ നവകേരള സദസ്സ് ആയിരുന്നിരിക്കണം. അത് നമ്മുടെ ഓണം ഫെസ്റ്റിവൽ പോലെ തന്നെ, ഓണമല്ല കേരളീയം ഫെസ്റ്റിവൽ പോലെ തന്നെ വലിയൊരു ഇവൻ്റായിരുന്നു വാസ്തവത്തിൽ നവകേരള സദസ്സ്. ഇതിലെ രാജീവൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പം ഇത്തരം ഒരു കാര്യം സംഘടിപ്പിച്ചത് ശരിയോ എന്നുള്ള വാദമുഖങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ജനാധിപത്യം എക്സ്പെൻസീവാണ്, അതിന് ചിലവുണ്ട്, അത് ചിലവുണ്ടാവുകയും ചെയ്യും. അത് ആ സംവിധാനത്തെ നിലനിർത്തണമെങ്കിൽ അതിൻ്റെ ചിലവുണ്ട്. അപ്പം ഒരു സർക്കാരിന് അത് ജനങ്ങളിലേക്ക് ഇറങ്ങി അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ എന്ന് ജനങ്ങളോട് അവതരിപ്പിക്കാൻ വേദി ഉണ്ടായാൽ അത് ആ സർക്കാരിൻ്റെ അവകാശമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിന് പൗരപ്രമുഖർ എന്ന് പറയുന്ന ഒരു പത്രങ്ങൾ നൽകിയ പേരുണ്ടെങ്കിൽ പോലും ആ പ്രമുഖരാരാണെന്നുള്ള ഒരു ചോദ്യം ഈ പ്രമുഖർ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, അത് പൗരപ്രമുഖരൊന്നും ആയിരുന്നില്ല. ജീവിതത്തിൻ്റെ വിവിധ തുറകളെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യരുമായിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ പ്രഭാത സദസ്സുകളിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തിയത്. അപ്പോൾ അതൊക്കെ അതിനകത്തുനിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ അത് കേരളത്തിൽ ഉടനീളം നടന്ന് ഒരു മുഖ്യമന്ത്രി കേൾക്കാൻ തയ്യാറാവുന്നു, മന്ത്രിമാർ കേൾക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരു നല്ല കീഴ്വഴക്കം സൃഷ്ടിക്കലായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ആ തരത്തിൽ തന്നെ അതിൻ്റെ വൻ ജനപങ്കാളിത്തം, അത് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അത് മറ്റേ CPM-ൻ്റെ സംഘടനാ ബലം കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ജനങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ജനങ്ങൾ അതിനെ ആ തരത്തിൽ തന്നെ കണ്ടു. ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച UDF-ൻ്റെ തീരുമാനം ഇതൊരു പകുതിയായപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ആ ബഹിഷ്കരണ തീരുമാനം അത്ര ശരിയായില്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ തരത്തിൽ അത് ഒരു ജനകീയ പിന്തുണ ആർജിച്ച് വന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ അതിലെ ചില പ്രശ്നങ്ങൾ അവസാനമായപ്പോൾ, ആദ്യഘട്ടത്തിൽ ഇപ്പം പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ,
നമ്മളിപ്പോൾ കരിങ്കൊടി പ്രകടനം നടത്തുന്നവർ അവരക്രമാസക്തരായാൽ അത് നോക്കാൻ ഇതൊരു ഗവൺമെൻറ് പരിപാടി കൂടിയാണ്, അത് നോക്കാൻ പോലീസുകാരുണ്ട്. അത് അവസാന ഘട്ടത്തിലെത്തിയപ്പം ഈ പ്രതിഷേധക്കാരെ പോലീസിന് പുറത്തുള്ള, അതിപ്പോൾ CPM-കാരാണ് DYFI-കാരാണെന്ന് ആരോപണം ഉണ്ടെങ്കിലും ആരാണെന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ട് ഞാനത് ആരായാലും കൈകാര്യം ചെയ്ത രീതിയൊക്കെ ഇതിന് അന്യത ഉണ്ടാവേണ്ടിയിരുന്ന യശസ്സിന് കുറവുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതൊരു നമ്മുടെ ഒരു ജനാധിപത്യ സംസ്കാരത്തിന് നിരക്കുന്ന കാര്യമില്ല. അതിനാണല്ലോ ഇവിടെ പോലീസുള്ളൂ. നിങ്ങൾക്ക് അക്രമം കാണിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ തടയാൻ വേണ്ടിയിട്ടുള്ള പോലീസുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ UDF നടത്തിയ പ്രതിഷേധ സമരങ്ങൾ, അതിനകത്ത് തിരുവനന്തപുരത്ത് നടന്ന അതിനകത്ത് പോലീസ് ലാത്തിചാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത രാജ്യം എനിക്ക് തോന്നുന്നു. ഞാൻ കുറേ കാലമായിട്ട് ഇത് ആലോചിക്കും. നമ്മളിപ്പോൾ ഈ സമരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിനെ ആക്രമിക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അത് ഏത് മുന്നണിയെന്ന് ഞാൻ പറയത്തില്ല, ഒരു മുന്നണിക്കാർ മാത്രം ചെയ്യുന്നതല്ല. ഇപ്പോൾ LDF പ്രതിപക്ഷത്തായിരുന്നപ്പോഴും നമ്മൾ SFIയുടെയും DYFIയുടെയും നിരവധി സമരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വളരെ എല്ലാവർക്കും ലഭ്യമാണ്. പോലീസിനെ എന്താണ് ആക്രമിക്കുമ്പോൾ തന്നെയാണ് പോലീസ് തിരിച്ചടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നൊരു സാധനം, ചില ചാനലുകൾ ആ തിരുവനന്തപുരത്ത് സംഭവം കാണിച്ചു എങ്ങനെയാണ് പ്രകോപനം ഉണ്ടായത്. കാരണം നമ്മൾ സാധാരണ പ്രക്ഷോഭ പരിപാടിയിൽ ഒരു ചടങ്ങ് പോലെ നടക്കുന്നൊരു കാര്യം നേതാക്കന്മാർ വന്ന് അത് ഉദ്ഘാടനം കഴിഞ്ഞാണ് പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിലേക്ക് തള്ളിക്കയറുന്നു, പോലീസുമായിട്ടുള്ള കുസ്തി നടക്കുന്നു. ഇത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ തന്നെ ഇത് തുടങ്ങി. അതാണ് തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രതിഷേധങ്ങൾ, അത് പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നും അത് അക്രമത്തിൽ കലാശിച്ചാൽ അതിനെ നേരിടാൻ പോലീസുണ്ടെന്നും ഉള്ള സാധാരണ തത്വത്തെ മറികടന്നുകൊണ്ട് അവിടെ ചില എന്താ പറയുക അമിത ഉത്സാഹം കാണിച്ച് ഈ പ്രതിഷേധിക്കാൻ വന്നവരെ നേരിട്ട രീതി ഒരിക്കലും ശരിയായില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ആ രീതിയിൽ ഇതേപോലൊരു പരിപാടി നടത്താൻ തീർച്ചയായിട്ടും ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. അത് വളരെ ഭംഗിയായി നടന്നു വരുമ്പോഴാണ് അതിനെ കല്ലുകടിയായി ഇത് കലാശിച്ചത്. അതാണ് നമ്മൾ ഈ വർഷം കണ്ട മറ്റൊരു കാര്യം. അത് പറയുമ്പോൾ തന്നെ അത്തരം പ്രതിഷേധങ്ങളോട് മുഖ്യമന്ത്രി എടുത്തൊരു സമീപനം കൂടി നമ്മൾ പരാമർശിച്ച് പോകണം എന്നെനിക്ക് തോന്നുന്നു. അത് ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, കരിങ്കൊടി പ്രകടനം നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്ന് കരിങ്കൊടി വീശുന്നതിന് ഞങ്ങൾക്കെന്താണ് എതിർപ്പ് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി തന്നെ പിന്നീട് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടക്കുന്നത്, ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് കണ്ടില്ല എന്നൊക്കെയുള്ള മട്ടിൽ ന്യായീകരിക്കുന്ന കാഴ്ചയും കണ്ടു. ഒരുപക്ഷെ ഈ അക്രമങ്ങളും അതിന് ഈ നവകേരള സദസ്സിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി നൽകിയ ന്യായീകരണങ്ങളുമാണ് ഇതിൻ്റെ ജനപങ്കാളിത്തത്തെയും ഇതിൻ്റെ മെറിറ്റിനെയും കുറേ കൂടെ ഇടിച്ചു താഴ്ത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും രാജീവ് പറഞ്ഞ ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇതിൻ്റെ ശോഭ കെടുത്തിയതിൽ ഒന്നുമില്ല. ഒരു സ്ഥലത്ത് CPM-ന്റെ പ്രവർത്തകർ ഇതിലെ അക്രമികളെ നേരിടാൻ എത്തിയെങ്കിൽ അത് തടയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു. മുഖ്യമന്ത്രിയല്ല, പിണറായി വിജയൻ എന്ന പാർട്ടി നേതാവിന് കഴിയുമായിരുന്നു. എന്ന് മാത്രമല്ല, ഇതിനോടുള്ള പ്രതികരണം പലപ്പോഴും ഈ തരത്തിലുള്ള ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിപ്പോയി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതും സത്യമാണ്. അത് ഈ നവകേരള സദസ്സിൻ്റെ ശോഭയെ വല്ലാണ്ട് കെടുത്തിയിട്ടുണ്ട്. തോമസ്, ഈ നവകേരള സദസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ CPM-കാരോ അല്ലെങ്കിൽ DYFI-കാരോ ഒക്കെ പോലീസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ അവരെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ പോലീസിൻ്റെ പണി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ സംഘടനകളുടെ പ്രശ്നം, പ്രത്യേകിച്ച് SFI എന്ന് പറയുന്ന സംഘടനയെ ചൊല്ലി ഉണ്ടായ തലവേദന 2023 വലിയ തോതിൽ സർക്കാരും CPM-ഉം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാട്ടാക്കട ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UEC-ആയി ജയിച്ച വിദ്യാർത്ഥിനിയെ മാറ്റി പകരം SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരു വൈശാഖൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതി പ്രിൻസിപ്പൽ UUC-ആയിട്ട് സർവകലാശാലയെ അറിയിക്കുന്നു. അതിന് തൊട്ടു പിറകെ K. വിദ്യ എന്ന് പറയുന്ന പഴയ SFI നേതാവ് ജോലിക്ക് വേണ്ടിയിട്ട്, അധ്യാപക ജോലിക്ക് വേണ്ടിയിട്ട് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്ന വിവാദം ഉണ്ടാകുന്നു. തൊട്ടു പുറകെ PM ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്ന വിവാദമുണ്ടാകുന്നു. അത് പിന്നെ ഒരു തർക്കത്തിൻ്റെ അവസ്ഥയിൽ മാത്രമാണ് അത് എന്ന് നമുക്ക് എടുക്കാം. അതിന് തൊട്ടു പുറകെയാണ് ആലപ്പുഴയിൽ നിഖിൽ തോമസ് എന്ന് പറയുന്ന SFIയുടെ ജില്ലാ നേതാവ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് അഡ്മിഷൻ നേടിയെന്ന്. ഇതൊക്കെ
ഈ 2023 ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രവർത്തനം ഏത് വിധത്തിലാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവരെക്കുറിച്ച് വലിയ അവമതിപ്പുണ്ടാക്കിയ ഒരു വർഷമായിട്ട് നമ്മളിതിനെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഉള്ളവർ എങ്ങനെ പെരുമാറരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതെന്തുകൊണ്ട് തുടർച്ചയായിട്ട് സംഭവിക്കുന്നു? ഇപ്പോൾ ഇതിന് മറിച്ചൊരു വാദം വരും. എത്രയോ 10,000-കണക്കിന് പ്രവർത്തകരുള്ള ഒരു സംഘടനയിലെ 3-4 പേരുടെ കുറ്റം അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ആ സംഘടനയെ തന്നെ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം മറുഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷേ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സംഘടനയുടെ നേതൃത്വം എങ്ങനെയാണ് ആൾമാറാട്ടം നടത്തി UC ഇതൊന്നും ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായ ഏറ്റവും പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുണ്ടായ ഏറ്റവും മോശപ്പെട്ട കാര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ആർഷോയുടെ മാത്രമാണ്. അതിൽ ആർഷോയ്ക്ക് എത്ര മാത്രം പങ്കുണ്ട് എന്നുള്ളതൊരു വേറൊരു കാര്യമാണ്. അത് മറ്റേ എന്താ പറയുക, ആരെങ്കിലും ഗൂഢാലോചന നടത്തിയോ എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ച് പോലീസ് കണ്ടുപിടിക്കട്ടെ. അത് പക്ഷേ സൈറ്റിൽ അദ്ദേഹം ജയിച്ചതായി വന്നു എന്നുള്ളതൊരു സത്യമാണ്. എഴുതാത്ത പരീക്ഷ ജയിച്ചതായി വന്നു. സാങ്കേതിക പിഴവായിരിക്കാം. സാങ്കേതിക പിഴവ് അവിടെ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എനിക്കാണെങ്കിൽ ഞാനൊരു റിപ്പോർട്ടറാണെങ്കിൽ അങ്ങനെ മറ്റേ കോളേജിൻ്റെ സൈറ്റിൽ അത് മറ്റേ നമ്മുടെ മഹാരാജ് കോളേജ്, എറണാകുളം മഹാരാജ് കോളേജിലെ PG ആർക്കൈവ്സിന്റെ 3ാം സെമസ്റ്റർ പരീക്ഷകളാണ്. അതെ. അപ്പോൾ അത് മാത്രമല്ല, അത് ഓട്ടോണമസ് കോളേജുമാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് വാർത്ത തന്നെയാണ്. അതിപ്പോൾ ആർഷമല്ല, ആരായാലും എഴുതാത്ത ആളുകൾ, പരീക്ഷ എഴുതാത്ത ആളുകൾ ജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അത് വാർത്ത തന്നെയാണ്. പക്ഷെ പിന്നീട് അത് ആർഷോ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും ആർഷോയെ വേട്ടയാടാൻ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടന്നു. അത് ശരിയായില്ല എന്ന് തന്നെയാണ്. അത് പിന്നെ അതിനൊക്കെ നമ്മൾ ആ ഒരു കാര്യം മാത്രമായിട്ട് പറയണ്ട, നമ്മളതൊരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഈ വർഷത്തെ മാധ്യമ പ്രകടനവും നമുക്ക് വേണമെങ്കിൽ ഈ ഇതിൻ്റെ പരിധിയിൽ പെടുത്താമായിരുന്നു. പക്ഷെ അതൊരു സംഭവമല്ല, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒഴിച്ചാൽ അത് ആർഷോയ്ക്ക് എന്തെങ്കിലും പങ്കെടുത്ത് കരുതാൻ ന്യായങ്ങളില്ല. ബാക്കി ഉണ്ടായ സംഭവങ്ങൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തന രീതികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒട്ടും സന്തോഷം തരുന്ന കാര്യങ്ങളല്ല. 2023 SFIയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലുണ്ടായ പാഴ്ചകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ ഫലം ഒരുപക്ഷെ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ, സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എന്ന് തോന്നുന്നു. പല കോളേജുകളിലും SFI കാലങ്ങളായിട്ട് വിജയിച്ചുകൊണ്ടിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജാണെങ്കിലും പട്ടാമ്പി കോളേജാണെങ്കിലും ഒക്കെ SFI പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ വലിയ നിയമയുദ്ധത്തിലേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും അത് പറയുമ്പോൾ നമ്മൾ തോമസ് ഡോക്ക് ഈ കോട്ടയത്തെ അമൽജ്യോതി കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ കൂടി നമ്മൾ ഈ വർഷം പരാമർശിച്ച് പോകണം എന്ന് നമുക്ക് തോന്നുന്നു. കാരണം പരീക്ഷ അവധി കഴിഞ്ഞ് തിരിച്ചെത്തി ലാബിൽ വെച്ച് മൊബൈൽ നോക്കി എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് മൊബൈൽ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം അധ്യാപകർ ശാസിക്കുന്നു. അതിൻ്റെ തൊട്ട് പിറകെയാണ് ആ വിദ്യാർത്ഥി ശ്രദ്ധ സതീഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുന്നത്. അത് വലിയ കോളിളക്കം കേരളത്തിൽ സൃഷ്ടിച്ചിരുന്നു. ഈ പ്രൊഫഷണൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഇത്തരം കോളേജുകളിൽ വിദ്യാർത്ഥികളോടുള്ള സമീപനം എന്താണ്, അവർക്ക് ലഭിക്കുന്ന പരിമിതമായ സ്വാതന്ത്ര്യങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊക്കെ തർക്കങ്ങളുണ്ടായി. അവസാനം ചില കോളേജിനകത്ത് തന്നെ ചില കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. അപ്പോൾ ഗൗരവമുള്ളൊരു പഠനം ഈ രംഗത്ത് ആവശ്യമായിരുന്നു. അതിലേക്ക് പക്ഷേ ഈ അമൽജ്യോതിയിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ വഴിതെളിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. രാജീവ് പറഞ്ഞു വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷത്തെ അത് അമൽജ്യോതി കോളേജിലെ ആ കുട്ടിയുടെ മരണത്തിനിടയാക്കിയ സംഭവം. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ സ്ഥാപനം മികവിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുകൾ അതാത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതി, അവിടെ നടപ്പാക്കുന്ന പഠന സമ്പ്രദായം അവർക്ക് മുഴുവൻ കുട്ടികളെയും വിജയിപ്പിച്ച് സ്ഥാപനത്തിൻ്റെ ഖ്യാതി നിലനിർത്തണം എന്നുള്ളതാണ് ഒന്നും. അതിനു വേണ്ടിയിട്ട് അവരേർപ്പെടുന്നത് ചിട്ടകൾ.
ഇതിപ്പോൾ ഞാനിത് സ്വകാര്യ മാനേജ്മെൻറ്റുകൾ എന്ന് പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലുണ്ടായ കാരണമല്ലെങ്കിൽ തന്നെ നമ്മുടെ IIMകളും IITകൾ പോലും IITകളും അതുപോലും എത്ര സംഭവങ്ങളാണ്, എത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ IIMലും IITകളിലും പ്രധാനമായും സംഭവിക്കുന്ന ഒരു കാര്യം ജാതി പ്രശ്നം വരെ വലിയ പ്രശ്നമാക്കി എടുത്തുകൊണ്ട് സവർണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുകയും കുട്ടികൾക്കത് താങ്ങാൻ വയ്യാതെ കോഴ്സ് വിട്ടുപോവുകയോ അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയോ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ കാര്യം, ഇതിലെ ഒരു മാതാപിതാക്കളുടെ സമീപനം, രക്ഷിതാക്കളുടെ സമീപനവും ഒരു പ്രശ്നമാണ്. കുട്ടിയെ ഏത് തരത്തിലൊക്കെ മാനേജ്മെൻറ്റ് പീഡിപ്പിച്ചാലും അത് അവൻ അവിടെ 1-ാം ക്ലാസ്സിൽ ആ കോഴ്സ്, അവനോ അവളോ ആ കോഴ്സ് പാസ്സായി പ്ലേസ്മെൻറ്റും വാങ്ങി ഇറങ്ങിയാൽ മാതാപിതാക്കൾക്ക് സന്തോഷമായി. പലപ്പോഴും ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൻ്റെ വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന പാട്രിയാർക്കൽ രീതിയുടെ പ്രതിഫലനം കൂടെയാണ്. തീർച്ചയായിട്ടും പണ്ടത്തെ അപേക്ഷിച്ച് നമ്മുടെ സമൂഹം മാറുന്നുണ്ട് എന്നുള്ളത് ആശ്വാസപ്രദമായ കാര്യമാണ്. പക്ഷേ അതുണ്ടാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാലും അവർ കുട്ടികളാണ് അച്ഛനും അമ്മയ്ക്കും. അച്ഛൻ്റെയും അമ്മയുടെയും നടക്കാതെ പോയ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായി കുട്ടികളെ കാണുകയും അങ്ങനെ മാനേജ്മെൻറ്റ് അവരെ ഏത് തരത്തിൽ പീഡിപ്പിച്ചാലും അത് ഒരു പ്രശ്നമല്ല, കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും അത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പേരൻറ് സമൂഹം ഉണ്ട്. അവരാണ് വാസ്തവത്തിൽ മാനേജ്മെൻറ്റ് കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഇത്തരം കാര്യങ്ങൾ കാണിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നത് ഈ പേരൻസ് വിഭാഗമാണ്. ഈ പ്രശ്നം, ഈ സംഭവം ഉണ്ടായ ആ സമയത്ത് നമ്മുടെ സമൂഹം കുറേയൊക്കെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അത് ആഴത്തിലേക്ക് പോയെന്നോ, രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് ഇനിയൊരച്ഛനും ഇത്തരം ലൈസൻസായി, മാനേജ്മെൻറ്റുകളുടെ ലൈസൻസായി മാറില്ല, അല്ലെങ്കിൽ അമ്മയും മാറില്ല എന്നോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് കേരള സമൂഹം ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് നമ്മുടെ സമൂഹത്തിൻ്റെ ഘടന പരിശോധിക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു പരിഹാരം ഉണ്ടാവുമെന്നും ഇത് ഉൾക്കൊള്ളാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഭൂരിപക്ഷം മാതാപിതാക്കളെ നമുക്ക് എവിടെയും കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. 2023 കേരളത്തിലെ സംഭവങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളം വേദനിച്ച അതിക്രൂരമായ സംഭവങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ മകളായ ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ സംഭവം 2023 കേരള മനസ്സിനെ ഞെട്ടിച്ച സംഭവങ്ങളിലൊന്നാണ്. അതിലേക്ക് കൂടി നമുക്ക് ഇതിൻ്റെ രണ്ടാം ഖണ്ഡത്തിൽ വരാം.